റോജിയും ജോണിന് തീരെ വയ്യ. തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ സംഘപരിവാറിനോട് ആനയാണ്, ചക്കയാണ്, എപ്പോഴും എതിരാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന മനുഷ്യനാണ്. ഇപ്പോൾ സംഘപരിവാർ എന്ന വാക്കുമിണ്ടാൻ വായിൽ നാവുണ്ടോ എന്ന് തുറന്നു പരിശോധിക്കേണ്ട അവസ്ഥയായിരിക്കുകയാണ്. അധികാരം കിട്ടി വകുപ്പ് വീതം വെപ്പൊക്കെ കഴിഞ്ഞ് തനിക്ക് കിട്ടിയത് ഉന്നത വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ റോജി മന്ത്രിക്ക് ഈ പരകായ പ്രവേശം സംഭവിച്ചിട്ടുണ്ട്. മന്ത്രിക്കുപ്പായം കിട്ടിയതോടെ റോജി ആളാകെ മാറി. ഇപ്പൊ സംഘപരിവാറോ അതാരാ എന്ന ആലുവ മണപ്പുറത്ത് പോലും കണ്ടിട്ടില്ലാത്ത പോലത്തെ പ്രതികരണമാണ് മന്ത്രിയും സംഘിയും തമ്മിലെന്നാണ് മൂപ്പരുടെ ധാരണ. ഗവർണറുമായി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഗവർണറുമായി ഞങ്ങൾ ഗുസ്തി മത്സരത്തിലൊന്നുമല്ലല്ലോ എന്ന നിഷ്കളങ്കമെന്ന് തോന്നുന്ന മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടായത്. സംഘപരിവാറിന്റെ ഭരണകാലത്ത് ഗവർണർമാരുടെ പ്രധാന പണി അവരുടെ പേരിനൊപ്പം ആലങ്കാരികമായി കൂട്ടിക്കെട്ടിയ സർവകലാശാലകളുടെ ചാൻസലർ പദവിയെ BJPക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഗവേഷണം നടത്തലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഈ ആശയ പദ്ധതിക്കെതിരെ ഇടതുപക്ഷവും SFIയും കനത്ത സമരത്തിലായിരുന്നു. ആ സമരത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറാതിരിക്കുന്ന സമയത്താണ് റോജി മിനിസ്റ്ററുടെ കീഴടങ്ങൽ പ്രസ്താവന. ഇടതുപക്ഷത്തിന് ഗവർണറുമായുള്ളത് വഴിത്തർക്കമോ അയൽപക്ക പ്രശ്നമോ അല്ല, മറിച്ച് ഗവർണർ എക്കാലവും സ്വീകരിച്ച സംഘബന്ധത്തിനെതിരെയുള്ള സമരമാണ്. MG സർവകലാശാലയുടെ സെനറ്റിലേക്ക് ഗവർണർ നിർദ്ദേശിച്ച 19 പേരും BJP അനുഭാവികളാണ്. അതിനെതിരെ ഒരക്ഷരം പോലും മന്ത്രിക്ക് മിണ്ടാനില്ല. MG സർവകലാശാലയുടെ തലപ്പത്തേക്ക് കറതീർന്ന സംഘപ്രവർത്തകരെ VC നിയമിച്ചതിലും മന്ത്രിക്ക് എതിരഭിപ്രായമില്ല. അതൊക്കെ കേവലം സ്വാഭാവികത മാത്രമായിട്ടാണ് മന്ത്രിക്ക് തോന്നുന്നത്. അച്ചടക്ക നടപടി നേരിട്ട B അശോകിനെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയതോടെ ഈ സർക്കാരിന്റെ സംഘപരിവാർ വിധേയത്വം ഒരിക്കൽ കൂടി വെളിപ്പെട്ടു. ഉമ്മൻചാണ്ടി കാലത്ത് മോദി സ്തുതി എഴുതിയതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ട സംഘ ആരാധകനെയാണ് സതീശൻ സർക്കാർ കാർപെറ്റിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് തലപ്പത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇന്ത്യയിൽ ഏറ്റവും അധികം വിഭജന യുക്തി പ്രവർത്തിച്ച് രാജ്യത്തെ വിഭജിക്കാൻ വെമ്പി നിൽക്കുന്ന RSSന്റെ മേധാവി മോഹൻ ഭാഗവതിന്റെ കേരള സന്ദർശനത്തിലെ പ്രധാന അതിഥികൾ നമ്മുടെ സർവകലാശാലകളിലെ VCമാരാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നോക്കി നടത്തേണ്ട മാന്യദേഹങ്ങൾ മോഹൻ ഭാഗവതിന്റെ അതിതീവ്ര ഹിന്ദുത്വത്തിന് വണങ്ങി നിൽക്കുകയാണ്. അതിലും മന്ത്രിക്ക് എതിരഭിപ്രായമില്ല. ഒടുവിൽ നാട് മൊത്തം വിമർശിച്ചു. സകല ദിക്കിൽ നിന്നും വിമർശനം വന്നപ്പോഴാണ് റോജി സാറിന് ബോധോദയമുണ്ടായത്. ഒരു ഒറ്റ വരി: മോഹൻ ഭാഗവതിനെ കാണാൻ ചെന്ന VCമാരുടെ രീതി ശരിയായില്ല, കഴിഞ്ഞു. മന്ത്രി എന്ന ഉത്തരവാദിത്വം. ഉന്നത വിദ്യാഭ്യാസ മേഖല നാൾക്കുനാൾ സംഘപരിവാറിന്റെ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയെങ്കിലും ആ കരയിൽ എത്തിക്കേണ്ട കടത്തുകാരന്റെ റോളാണ് ഇപ്പോൾ റോജി സാറിനുള്ളത്. കുറ്റം പറയരുതല്ലോ, സംഘത്തിനു വേണ്ടി സാറാ പണി വെടിപ്പായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.